ഇനി അപകടം ഈ ഒരു അടുത്തുള്ള കുട്ടികളാണ്. 5 കുട്ടികളെന്ന് പറയുന്നത് കളിക്കാൻ പോയത് 5 കുട്ടികൾ അടുത്തുള്ള കുട്ടികളാണ്. അതിൽ പിന്നെ രക്ഷപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ ഷോക്കേറ്റാത്ത 2 കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ 3 പേർക്കാണ് ഷോക്കേറ്റതിൽ ഒരു കുട്ടിയാണ് മരിച്ചത്. പിന്നെ ആ പോയ കുട്ടിയുടെ അതിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണ് ആ സംഭവത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടി, അതായത് ഈ കുട്ടി കളിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ കുട്ടി കൂടി കാണുന്നുണ്ട്. അവർക്കും നമുക്കറിയാം, ചെറിയ കുട്ടിയാണ്. അവർക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് പിന്നെ അനന്തുവിൻ്റെ ജിത്തുവിൻ്റെ സുഹൃത്തുക്കളോടുകൂടി കാര്യങ്ങൾ തിരക്കുകയാണ് എം സ്വരാജ്. എന്താണ്, കാരണം ഇതെല്ലാം അടുത്തടുത്ത ചെറിയ വീടുകളാണ്. സാധാരണ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ മക്കളാണ്, കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും അവർ ഈ അവധി ദിവസമായിരുന്നതിൽ കളിയും അതോടൊപ്പം തന്നെ മീൻ പിടിക്കാനും മറ്റുമൊക്കെ പോയതാണ്. അതേസമയം ഒരു വലിയൊരു അപകടത്തിലേക്കാണ് അവസാനം അത് എത്തിച്ചേർന്നത്. അതിൻ്റെ ഒരു ഷോക്കിൽ നിന്നും എന്തായാലും അവരാരും മുക്തരല്ല. നമുക്ക് ആ വീട്ടിൽ നിന്നുള്ള നിലവിളികൾ, അമ്മയുടെ നിലവിളിയും ബന്ധുക്കളുടെ നിലവിളിയൊക്കെ നമുക്ക് കേൾക്കാം. നമുക്കറിയാം, ഒരു 15 വയസ്സുകാരൻ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവൻ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ എത്രത്തോളം ആ വീട്ടുകാർക്ക് അതിൻ്റെ ഒരു അതിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തന്നെ എം സ്വരാജ് എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നൽകുകയും ചെയ്യും. ഏതായാലും ഈ വഴിക്കടവ് വെള്ളക്കട്ടയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. എന്തായാലും എം സ്വരാജ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്കും പരാതികൾക്കും ഒക്കെ മറുപടി നൽകും എന്ന് ഉറപ്പാണ്. ഇപ്പോൾ വീട്ടിൽ സന്ദർശിച്ച ശേഷം എം സ്വരാജ് അവിടെ നിന്ന് മടങ്ങുകയാണ്. മരിച്ച ജിത്തുവിന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ജിത്തുവിനൊപ്പം മീൻ പിടിക്കാൻ പോയ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയും എം സ്വരാജ് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് സർക്കാരിനെതിരെ, LDF-നെതിരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എം സ്വരാജ് ഈ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുകയാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജ്. ഒരു ദുരന്തമാണ്, ഒരുപക്ഷെ ഇതിനേക്കാൾ വലുതാകുമായിരുന്നൊരു ദുരന്തമാണ് സംഭവിച്ചത്. വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ്. ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വല്ലപ്പോഴുമാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇന്നലെ സംഭവിച്ചതിൽ മരണപ്പെട്ട ജിത്തു ഒരു കുട്ടിയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷാനു, അതുപോലെ യദു, മറ്റ് 2 പേർ കൂടി പരിക്കേറ്റു. പക്ഷെ അത് സാരമുള്ളതല്ല, അപകടനില തരണം ചെയ്തു എന്നതാണ് ഏക ആശ്വാസം. മറ്റ് 2 കുട്ടികൾ കൂടി ഒപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ഒരു കുട്ടി ഈ ദുരന്തത്തിൻ്റെ ഇരയായി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ലഭ്യമായി, ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സംശയിച്ചതുപോലെ തന്നെ വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായി നിയമവിരുദ്ധമായി കമ്പി കൊളുത്തി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കെണി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇപ്പോഴും അന്വേഷണം പൂർണ്ണമായി അതിൻ്റെ സ്ഥിരീകരണം വരണം. എങ്കിലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെയും പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. അതൊരു കുറ്റകൃത്യമാണ്, അത് അപകടകരമായ ഒരു കുറ്റകൃത്യമാണ്. പലരുടെയും ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പോലീസ് ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത്. പോലീസ് ഇതിൽ പ്രതികളായിട്ടുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന പ്രതിയെ സംബന്ധിച്ച് നാട്ടിലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷേപം തന്നെയുണ്ട്. അതായത് ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ പന്നിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഇതൊരു ബിസിനസ്സായി നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നതോ ഇപ്പോൾ ആധികാരികമായി പറയുന്നത് ശരിയല്ല, പക്ഷേ നാട്ടിലെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുൾപ്പെടെ പോലീസിൻ്റെ അന്വേഷണത്തിന് വിഷയമാവുകയും ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് സംബന്ധിച്ച് നല്ല ബോധവൽക്കരണം വരുത്തേണ്ടതാണ്. ഇത് വളരെ അപകടകരമായ, മനുഷ്യജീവൻ ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിനെ എതിർക്കേണ്ടതുമുണ്ട്.
ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പരാതിപ്പെട്ടിട്ടും അതിനകത്തൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉണ്ട്. നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ശരിയല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആളുകൾ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. കേസ് തുടരുകയാണ്. കേസ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾക്ക് അതിൻ്റെതായ സമയം എടുക്കുമല്ലോ. പക്ഷേ എല്ലാ തെളിവുകളും സഹിതം പഴുതടച്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിലുണ്ടാവാതിരിക്കാനുള്ള അത്രയും ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കട്ടെ. വൈദ്യുതി പോസ്റ്റ്, ആ മോഷണം നടന്ന വൈദ്യുതി പോസ്റ്റിൽ തന്നെ ഇൻസുലേറ്റഡ് ആയ ലൈനുമുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ അതിന്റെ ആത്യന്തികമായിട്ട് എന്ത് ഗുണമാണുള്ളത് KSEBക്ക്? എന്നാൽ പിന്നെ മുഴുവൻ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു കമ്പി അല്ലാതെ നിൽക്കുകയാണ്. ഈ മോഷണത്തിന് വേണ്ടി വെച്ച സാഹചര്യം പോലെയാണ് തോന്നുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. കാരണം മുഴുവൻ വൈദ്യുതി ലൈനും ഇൻസുലേറ്റഡ് ആയിട്ടൊരു രീതി കേരളത്തിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിടത്തല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി ആ ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ സാധിക്കും. എങ്കിലും ഇത്തരം അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ പരിശോധന KSEBയും നടത്തണം. KSEBയിലെ നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണം വെച്ച് ഇതിനൊരു കാവൽ പോലെ ഒരു സംവിധാനം ഏർപ്പെടുത്താനൊന്നും ഇപ്പോൾ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയധികം ജീവനക്കാരൊന്നും ഇല്ലല്ലോ. എന്നാൽ ഇത് തടയുന്നതിന് KSEBയുടെ ഭാഗത്തുനിന്ന് കൂടുതലായി എന്തെങ്കിലും ജാഗ്രത, ഇപ്പോൾ തന്നെ കൃത്യമായ ഇടവേളകളിൽ അവരുടെ പരിശോധനയും എല്ലാം നടക്കുന്നുണ്ട്. നടപടി ഇത് കർശനമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആ നടപടികൾ KSEB എടുക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് അവരും പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധനയും നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പന്നികളെ കൊന്നു വീഴുന്ന കുട്ടികളെ അവരെ വിൽക്കുക, ആ രീതിയിലേക്ക് അതായത് കൃഷി സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഇതിലേക്ക് വരുന്നത്, അങ്ങനെ ഒരു സംഘം പ്രവർത്തിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അല്ല, സംഘം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ ഷോക്കേറ്റ അപകടത്തിൽ മരിച്ച ജിത്തുവിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. അദ്ദേഹം നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്, അതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടെത്തി അവർക്ക് തക്ക ശിക്ഷ നൽകണം എന്നുകൂടി M സ്വരാജ് പറയുന്നു.